ബഹുമാന്യരായ യാത്രക്കാരി, പ്രിയമുള്ള സഹോദരങ്ങൾ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ തിരുവഴുത്തിലെ ചില വേദഭാഗങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നാണ്. മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ഇല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ വാർത്തകളിൽ കൂടി ഓരോ പ്രവൃത്തിയും മനുഷ്യൻ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ കൂടി ജീവിതം നയിക്കുമ്പോൾ അപ്രകാരമൊക്കെയും സംഭവിക്കുവാൻ വളരെയേറെ സാധ്യതകളുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റ് മയക്കുമരുന്ന് ഒരു ശക്തമായ രീതിയിൽ അതിന്റെ ഉപയോഗം മനുഷ്യന് ഉപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്യുക. അതുപയോഗിക്കുന്ന ഒരു മനുഷ്യനും ഒരു നല്ല ഭാവി അത് വാഗ്ദാനം ചെയ്യുന്നു. അതുപയോഗിക്കുന്ന വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയെ ആശ്രയിക്കുന്നവരും കഷ്ടതകളിൽ കൂടി കടന്നു പോകേണ്ടി വരും. അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കും. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് വളരെ ശക്തമായ രീതിയിൽ തന്നെ മയക്കുമരുന്ന് കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാനുള്ള നിയമ നടപടികളിൽ വ്യാപകരാണ് എന്ന് നമുക്ക് പത്രങ്ങളിലുമൊക്കെ വായിക്കുവാൻ കഴിയുന്നു. എന്നാൽ മാനസാന്തരമുണ്ടെങ്കിൽ മനുഷ്യനൊന്ന് ചിന്തിക്കും, ഒരു പ്രാവശ്യം കൂടി ചിന്തിക്കും, ഞാൻ എന്ത് ചെയ്യുവാനാണ് തുടങ്ങുന്നത്, അതെനിക്ക് നല്ല ഭാവി നൽകുമോ എന്നൊക്കെ ചിന്തിക്കുവാനുള്ള ഒരു അവസരം മാനസാന്തരമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. കാരണം അവർ ദൈവവുമായി ബന്ധം പുലർത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനമായ ലക്ഷണമാണ് മാനസാന്തരം. അപ്രകാരമായിരിക്കണം മനുഷ്യന്റെ ജീവിതം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ മാനസാന്തരമില്ലാതെ നശിച്ചു പോകും എന്ന് യേശു പറയുവാനിടയായിട്ടുണ്ട്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാനസാന്തരമുള്ള അവസ്ഥ നമുക്ക് ലഭിക്കുവാൻ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് നല്ലതായ മറ്റൊരു മാർഗം ഇല്ല, ഇതേവരെ ഉണ്ടായിട്ടുമില്ല. സ്വയം തീരുമാനമെടുക്കുക. ആ തീരുമാനം ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ഏറ്റവും നല്ലതും ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം എപ്രകാരമായിരിക്കണം, ഒരു മനുഷ്യൻ എന്തായിരിക്കണം, സമൂഹം എപ്രകാരമായിരിക്കണം, ജനം എപ്രകാരമായിരിക്കണം എന്ന് ദൈവം തന്നെ പറയുകയാണ്. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം വിശുദ്ധനാണ്. അപ്പോൾ മനുഷ്യരും വിശുദ്ധരായിരിക്കണം. മനുഷ്യന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം ഇവിടെ ചെയ്തു വെച്ചു.
മിസ്രൈം എന്ന് പറയുന്ന ഈജിപ്തിൽ അടിമകളായി 400 വർഷം ജനം പാർത്തു. അടിമ ജീവിതമെന്ന് പറയുന്നത് ഏറ്റവും വലിയ അരാജകത്വമാണ്. അജ്ഞാനവർത്തികൾ ചുറ്റും നിന്നുകൊണ്ട് ആജ്ഞാപിക്കും. അത് മുഴുവൻ ചെയ്തു തീർത്തില്ല എങ്കിൽ അവർ മാരകമായി ഉപദ്രവിക്കും. സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തിന്റെ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ദൈവം ജനത്തെ വീണ്ടെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. കാരണം അടിമത്തത്തിൽ ജീവിക്കുവാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇന്ന് ലോകമോഹങ്ങൾക്ക് അടിമയായി മനുഷ്യൻ അവരുടെ ഭാവി തന്നെ നശിപ്പിച്ചു കളയുമ്പോൾ നമുക്കിപ്രകാരം ചിന്തിക്കാം. ദൈവം പറഞ്ഞിരിക്കുന്നു, ഞാൻ വിശുദ്ധനാണ്, നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന്. ഒരു വിശുദ്ധന് മാത്രമേ ദൈവവുമായി സമ്പർക്കം പുലർത്തുവാൻ കഴിയുകയുള്ളൂ. അവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അവന്റെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത്. ദൈവം തരുന്ന മറുപടി ഒരിക്കലും ഒരു മനുഷ്യനും ദോഷമോ അവന്റെ തലമുറകൾക്ക് ക്ഷീണമോ നാശമോ ഉണ്ടാകുന്നതല്ല. അവരെ അനുഗ്രഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും വിശുദ്ധർ ആയിരിക്കണമെന്ന്. അങ്ങനെ വിശുദ്ധരായി ദൈവത്തോട് കൂടെ ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായി ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി ജീവിക്കുമ്പോൾ യഥാർത്ഥമായും പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ച വ്യക്തിയായി മാറും എന്നുള്ളത് ഉറപ്പു തന്നെ. ഈ ലോകം മനുഷ്യനെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ആകർഷണ വലയത്തിൽ പെട്ടുപോയെന്നാൽ അതിൽ നിന്ന് രക്ഷ നേടുവാൻ വലിയ പ്രയാസമാണ്. കാരണം യേശു ഈ ലോകത്തേക്ക് വന്നത് ഈ ലോകത്തെ ഒന്നുകൂടി പുതുക്കി പണിത് ഒന്നുകൂടി മോടി പിടിപ്പിച്ച് കുറെ കൂടി മനുഷ്യനെ ആകർഷിക്കത്തക്ക രീതിയിൽ ആക്കി വയ്ക്കുവാനല്ല യേശു ഭൂമിയിലേക്ക് വന്നത്. അതായത് ഈ ലോകത്തെ പരിഷ്കരിക്കുവാനല്ല യേശു ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമിയിലേക്ക് യേശു വന്നത് അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും കഷ്ടത അനുഭവിക്കുന്നവനും ജീവിതത്തിൽ ലോകത്തിന്റെ ബന്ധനത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്നവരെയും അതിൽ നിന്നൊക്കെയും പിടിപ്പിച്ച് അവരെ സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ നൽകി അവരുടെ തലമുറയ്ക്ക് ഒരു പുതിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വഴി തുറന്ന് അതിനെ ദൈവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്. അതും ഇവിടെ നാം ഓർക്കേണ്ടതുണ്ട്. ഇവിടെ പിന്നെയും പറയുകയാണ്, മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപമായതുകൊണ്ട് അവൻ ദൈവത്തെ അനുകരിക്കേണ്ടതാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് കാരണം സകല മനുഷ്യരും ദൈവത്തിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആ മനുഷ്യർ ദൈവത്തെ അനുകരിക്കേണ്ടതാണ്. ദൈവമാകുകയല്ല, ദൈവത്തെ അനുകരിക്കേണ്ടതാണ്. ദൈവത്തെ അനുകരിക്കുന്നത് എപ്രകാരമാണ്? അവർ വിശുദ്ധരായിരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. അവരുടെ ജീവിതത്തിൽ വിശുദ്ധി ഒരു പ്രകാശം പോലെ മറ്റുള്ളവർക്കും മാതൃകയായി തീരുവാൻ തക്കവണ്ണം ഉള്ളതായിരിക്കണമെന്ന് ഈ വാക്യത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 5:48 പറയുന്നത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുവൻ. എല്ലാ പ്രവൃത്തിയിലും ദൈവത്തിന്റെ ഗുണം നമ്മളിൽ നിന്ന് വെളിപ്പെടണം, പുറപ്പെടണം. അത് മറ്റുള്ളവർക്ക് ഏറ്റവും നല്ല ഉത്തമമായ മാതൃകയായി തീരണം എന്ന് കൂടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്ന് പറഞ്ഞത്. നല്ല ഗുണമുള്ളവരായിരിക്കണം, നല്ല ക്വാളിറ്റിയുള്ളവരായിരിക്കണം.
അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ളവരായി തീരണമെങ്കിൽ, നല്ല ഗുണമുള്ളവരായി തീരണമെങ്കിൽ, സകല പ്രവൃത്തിയിലും വാക്കിലും അവരുടെ ജീവിതത്തിലൊക്കെയും അവർ സൽഗുണപൂർണരായിരിക്കണമെങ്കിൽ തീർച്ചയായും അവർ വിശുദ്ധരായിരിക്കണം. അങ്ങനെ വിശുദ്ധരായിട്ടുള്ള ജനത്തിന് മാത്രമേ അപ്രകാരം സൽഗുണപൂർണർ ആകുവാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളും ആയിരിക്കുവിൻ എന്ന് പറയുകയാണ്. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആയിരിക്കണം എന്നിവിടെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ എബ്രേയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 1-ാം വാക്യം, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കും. സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. അവരൊക്കെയും ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. അവര് ദൈവത്തിന്റെ സ്വഭാവമായിരിക്കണം അവർക്കുള്ളത്. കർത്താവായ യേശു പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നതിനും വലിയത് നിങ്ങൾ ചെയ്യുമെന്ന്. അപ്രകാരമായിരിക്കണമെങ്കിൽ നമ്മൾ സൽഗുണപൂർണർ ആയിരിക്കണം എന്നുള്ളത് ദൈവം പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും അനുഗ്രഹവും തന്ന് നമ്മളെയും നമ്മുടെ തലമുറയെയും നയിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ എന്നുള്ളതാണ് തിരുവെഴുത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആയതിനാൽ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് കൽവരിയിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടത്, മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പോകുമ്പോൾ യേശു ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു, എന്നിൽ വിശ്വസിച്ച് മരിച്ചവരും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും ആയവരിൽ നിങ്ങളെ ചേർത്ത് കൊണ്ടുപോകുവാൻ ഞാൻ വീണ്ടും വരും. ആ വരവിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി സ്വന്തം ജീവനെ യാഗമായി സമർപ്പിച്ച ആ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും വലിയ അനുഗ്രഹമായി നിങ്ങൾക്കെന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.